ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന സേമിയ കേസരി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് സൗണ്ട് ബോക്സ് പണി മുടക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് റെക്കോർഡിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇതേ പാനിലേക്ക് കുറച്ച് സേമിയ വറുത്തതാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല, വറുക്കാത്ത സേമിയ ആണെങ്കിൽ എടുത്തിട്ട് അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വറുക്കാതെ നമുക്കിത് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് 1 കപ്പ് പാലും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും. ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വറുക്കാത്ത സേമിയ കൂടെ ചേർത്ത് കുറച്ചുകൂടെ വെള്ളവും പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്താൽ മതി. ഞാനിത് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പിന്നീട് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്കായി കുറുകി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. വേവിക്കുമ്പം അത്യാവശ്യം വെള്ളം ഒഴിക്കാൻ മറക്കരുത്. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നിന്ന് കുറുകി വരുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ സേമിയ കേസരിയാണ് ഇത്. ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.